ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2024 മഹീന്ദ്രയുടെ ഒരു മെയിൻ ലോഞ്ച് ആയിരുന്നു താർ റോക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം തന്നെ B6 XC90 തുടങ്ങിയ വണ്ടികളൊക്കെ അവസാനമായപ്പോഴേക്കും വന്നു. പക്ഷേ മെയിനായിട്ട് അത് 25 വന്ന വണ്ടികൾ തന്നെയാണ്. കാരണം ബുക്കിംഗ് അല്ല, അതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയത് 25 ഏതായാലും താർ റോക്സിന് ശേഷം ആൾക്കാർ 3 ഡോർ താർ എടുക്കുന്നതിൻ്റെ എണ്ണം വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ പ്രാക്ടിക്കാലിറ്റി, പിന്നെ ഈവൻ ഡ്രൈവിംഗ് സുഖമാണെങ്കിൽ പോലും മറ്റേതിനകത്ത് നമുക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്, താർ റോക്സിലായപ്പോഴേക്കും ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആയി. അങ്ങനെ മൊത്തത്തിൽ ക്രിയേച്ചർ കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടിയപ്പം ആൾക്കാർ താർ റോക്സ് എടുക്കുന്ന എണ്ണം അങ്ങോട്ട് കൂടി. താർ 3 ഡോറിൻ്റെ ഡിമാൻഡും കുറയാൻ തുടങ്ങി. പിന്നെ ഓഫ് റോഡൊക്കെ പോകുന്ന ആൾക്കാർ, പണ്ടത്തെ താർ എടുത്തുകൊണ്ടിരുന്ന പോലത്തെ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ ഇപ്പം ഓഫ് റോഡ് പോവുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിക്കൊക്കെ പോവുക എന്ന് പറയുന്ന ആൾക്കാർ മാത്രം 3 ഡോർ താർ എടുക്കുന്ന ഒരു ട്രെൻഡിലോട്ട് പോയി തുടങ്ങി. അപ്പോഴാണ് മഹീന്ദ്രയ്ക്ക് തോന്നി, ഇങ്ങനെ പോയാൽ പറ്റില്ല, നമ്മൾ സാധാരണ ആൾക്കാരെ കൊണ്ടും താർ റോക്സ് എടുപ്പിക്കണം, താർ 3 ഡോർ എടുപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഡോർ താറിൽ ഇപ്പോൾ അവർ പുതിയ ഫേസ് ലിഫ്റ്റിന് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇത് വരും എന്നുള്ള കാര്യം താർ റോക്സ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു. കാരണം അവർ 3 ഡോർ താർ അങ്ങനെ അത്രയും ബേസിക്കായിട്ട് വെക്കില്ല. 2000 ഇറങ്ങിയതിന് ശേഷം ആ വണ്ടിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. 2-3 ഫീച്ചർ അവർ എടുത്ത് കളഞ്ഞായിരുന്നു. ഈ ചെറിയ ഒരു ചാർജിങ് പോയിൻ്റൊക്കെ ഇടയിൽ എടുത്ത് കളഞ്ഞായിരുന്നു. അതല്ലാണ്ട് അപ്ഡേറ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ പുതിയ മോഡലിന് ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വണ്ടിയാണ്. അതിപ്പോൾ പെട്ടെന്ന് കാണുമ്പം കറക്റ്റ് താർ റോക്സ് പോലെ തന്നെ തോന്നുമായിരിക്കും. ഞാൻ വിചാരിച്ചൊരു ഫ്രണ്ട് ഗ്രില്ലിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം കൊടുക്കുമായിരിക്കും. അറ്റ്ലീസ്റ്റ് ആ താർ റോക്സിൽ വന്ന താഴത്തെ ബോട്ടം പോർഷനിലൊരു കട്ടിങ് ഉണ്ടല്ലോ, അതായത് ചെറിയൊരു ഈ മറ്റേ റാംഗ്ലറിനെ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തത്, അതെങ്കിലും ഇതിൻ്റെ അകത്ത് എടുത്ത് കളയായിരിക്കും. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. സെയിം നമ്മുടെ താർ റോക്സിലുള്ള അതേ ഗ്രില്ല് തന്നെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ ഹെഡ് ലാമ്പ്സ് ആണെങ്കിൽ പോലും സെയിം ആണ്. നടുവിലൊരു ചെറിയ കട്ടൗട്ട് മാത്രമേ ഉള്ളൂ. അത് LED ലൈറ്റ് ആയതുകൊണ്ട് അത്രയും കട്ടൗട്ട് മതി വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് DRLസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നമ്മളെ റോക്സിൽ കണ്ട പോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തായിട്ട് ഫോഗ് ലാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താർ റോക്സ് പോലെ. സോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് റോക്സും അതുപോലെ 3 ഡോർ താറും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മാത്രം അങ്ങനെ ആ ഒരു 2 ഡോറിൻ്റെ വ്യത്യാസം മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറയേണ്ടി വരും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ രണ്ടും എന്തായാലും ഒരേപോലെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. സൈഡിൽ നിന്ന് നോക്കുമ്പം അത്യാവശ്യം വ്യത്യാസമുണ്ട്. കാരണം മറ്റതിന് ഇത്തിരി കൊണ്ട് നീളം കൂടുതലാണ്. ഇതിപ്പോഴും സപ്പോമീറ്റർ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. സപ്പോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. കാരണം എഞ്ചിൻ വലുതാണ്. അതുകൊണ്ട് അവർക്ക് 1.5 ലിറ്റർ എഞ്ചിൻ കൊടുക്കുന്ന ഡീസൽ. പക്ഷേ ബാക്കിയൊന്നിനും അങ്ങനെ സപ്പോമീറ്റർ റൂള് ക്ലാരിഫൈ ക്വാളിഫൈ ആവാൻ മാത്രമുള്ള ഒരു ഗുണം എഞ്ചിൻ വൈസ് വന്നിട്ടില്ല. 2 ലിറ്റർ പെട്രോളും 2.2 ഡീസലും ഒക്കെ ആണല്ലോ. പക്ഷേ അതല്ലാതെ റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കിപ്പോഴും ഇതിനകത്ത് ഒരു ഹാർഡ് ടോപ്പ് റൂഫ് തന്നെ വരുന്നുണ്ട്. റോക്സ് പോലെ മെറ്റൽ റൂഫ് അല്ല. പിന്നെ ബാക്കി ഈവൻ നമുക്ക് 2 ഡോറേ സൈഡിൽ വരുന്നുള്ളൂ. അതൊക്കെ സെയിം ആണ്. സൈഡ് പ്രൊഫൈൽ അങ്ങനെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അലോയ്സിൻ്റെ ഡിസൈൻ ചിലപ്പോൾ അവർ ചേഞ്ച് ചെയ്യുമായിരിക്കും. പക്ഷേ അതും ഇപ്പോൾ ഈ ഒരു സ്പൈ ഷോട്ടിൽ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. റിയർ ഡിസൈനിലും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ടെയിൽ ലാംപ്സ് LED ആക്കാം, നമ്മൾ റോക്സിൽ കണ്ടതുപോലെ തന്നെ. പക്ഷേ അതല്ലാതെ ടെയിൽ ഗേറ്റ് മോഡറായിട്ടുള്ള സ്പെയർ വീൽ, അതുപോലെ സ്പ്ലിറ്റ് ആയിട്ട് തുറക്കുന്ന നമ്മുടെ ബൂട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് റോക്സിലും സിമിലർ തന്നെയായിരുന്നു. വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അത് തന്നെയാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ആദ്യം വന്ന 3 ഡോർ താറിലാണ്. അതിന് ശേഷമാണ് പിന്നെ റോക്സിലേക്ക് ഈ ബൂട്ടൊക്കെ വന്നത്. പക്ഷേ അതെന്തായാലും അതുപോലെ തന്നെ ടെയിൽ ഗേറ്റ് അവർ ക്യാരി ഓവർ ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം മഹീന്ദ്രയുടെ വണ്ടികൾ വരുന്ന പോലെ മിക്കവാറും റിയർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വരുമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല. പക്ഷേ സ്കോർപ്പിയോനിലുണ്ട്, അതുപോലെ നമ്മുടെ XUV700 ഉണ്ടായിരുന്നു, താർ റോക്സിലുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറുന്നില്ല. നിങ്ങളിപ്പോൾ ചിലപ്പം താർ റോക്സ് എന്ന് പറയുമ്പം 3 ഡോർ അവരെടുത്ത് വലിച്ചു നീട്ടിയതാണെന്ന് വിചാരിക്കുമായിരിക്കും, ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ അതങ്ങനല്ല. താർ റോക്സ് എന്ന് പറയുന്ന സ്കോർപ്പിയോനിൻ്റെ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് റിയർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റി. അത് ആ പ്ലാറ്റ്ഫോം അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഈ വണ്ടി പക്ഷേ ബേസിക്കായിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണോ എന്നറിയില്ല. സോ അത് കൊടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. ഏതായാലും സസ്പെൻഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇതും സ്പൈ ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് മെയിൻ ഒരു വ്യത്യാസം വരുന്ന ഈ വാഹനത്തിൻ്റെ പുതിയ ഇൻഫോടൈം സിസ്റ്റത്തിലാണ്. 10.25 ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെയിം റോക്സിൽ കണ്ട അതേ യൂണിറ്റ് തന്നെയാണ്. നല്ല ഇൻഫോടൈം സിസ്റ്റമാണ്. ഇവർ XUV700 മുതലാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. അത്യാവശ്യം ബഗ്ഗും സംഭവങ്ങളൊക്കെ ചില മോഡലിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് ഓഫായി ഓണായി വരിക, അങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുമായിരിക്കും. പക്ഷേ എന്തായാലും UI ഒക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഉപയോഗിക്കാനും നല്ല സ്മൂത്താണ്. പിന്നെ AC വെൻസിൻ്റെ ഡിസൈൻ എന്ന ഒരു കാര്യമായിട്ട് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ലേഔട്ടിലും ഒരു വ്യത്യാസവും കൊടുത്തിട്ടില്ല. ഈ പുതിയ സ്ക്രീനൊക്കെ വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണ്. മറ്റതിനകത്ത് 7 ഇഞ്ച് ആയിരുന്നല്ലോ, ഇപ്പോൾ ഇതിനകത്ത് സൈസ് കൂടി. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് റോക്സിൽ വന്ന പോലെ തന്നെ ഇതിനകത്തും വരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ സ്കോർപ്പിയോനിൽ വന്ന പോലെ ആയിരിക്കും. അത് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ സ്റ്റിയറിംഗ് വീൽ മാറിയിട്ടുണ്ട്. നമുക്ക് 3 ഡോർ താറിനകത്ത് വേറൊരു സ്റ്റിയറിംഗ് ആയിരുന്നു, പഴയ സ്റ്റിയറിംഗ് ആയിരുന്നു. ഇതിനകത്ത് പക്ഷേ സ്കോർപ്പിയോന് XUV700 താർ റോക്സ് ഇതിനകത്തൊക്കെ വന്ന ആ ഒരു സെയിം 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി
ഇതിൻ്റെ അകത്തും നമുക്ക് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തന്നെ കിട്ടേണ്ടതാണ്. അതാകുമ്പോൾ പിന്നെ ഈ ടൗണിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ടൈറ്റ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് എന്നുള്ളൊരു പ്രശ്നം പിന്നെ മാറി കിട്ടും. അതും നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയാം. പിന്നെ റോക്സിൽ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു വൈറ്റ് ഇൻറ്റീരിയർ. അത് ഏതായാലും ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. ഇത് കുറച്ചും കൂടെ ഇപ്പോൾ എന്തോരം കംഫർട്ട് ഓറിയൻറ്റഡ് ആക്കിയെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഓഫ് റോഡ് പോകാനുള്ള ആൾക്കാർ തന്നെ ഇത് എടുക്കുള്ളൂ. കാരണം മറ്റേ ആൾക്കാർക്ക് അത് എടുത്താൽ മതി, റോക്സ് എടുത്താൽ മതി. സോ ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഇൻറ്റീരിയറിന് പകരം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. അവരിപ്പോൾ റോക്സിൻ്റെ അകത്ത് നമ്മുടെ മോക്ക ഗ്രേ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ട് പ്യുവർ വൈറ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ട് മോക്ക ഗ്രേ ആക്കി. മോക്ക ബ്രൗൺ ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ അത് നിങ്ങൾ വേണമെങ്കിൽ ചൂസ് ചെയ്യുന്ന രീതിയിൽ വണ്ടി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഡെലിവറി ഒക്കെ ഇത്തിരി ലേറ്റായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് മോക്ക ഗ്രേ, അതായത് മറ്റേ പ്യുവർ വൈറ്റ് മാറ്റിയിട്ട് ഇത്തിരിയും കൂടെ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഫിനിഷ് പിടിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. റോക്സിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. 3 ഡോർ താർ നിങ്ങൾക്ക് ബ്ലാക്ക് കിട്ടുന്ന ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ മിസ്സിംഗ് ആയിരുന്നു. താർ റോക്സിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അതൊന്നും കാണുന്നില്ല. സ്പൈ ഷോട്ടിലാണെങ്കിലും നോർമൽ ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ആയിരുന്നു. അതൊന്നും വലിയ കുഴപ്പമുള്ള കേസൊന്നും അല്ല. ഇതെന്തായാലും അവർ ഇനിയിപ്പോൾ റോക്സിന് താഴെ പ്ലേസ് ചെയ്യുള്ളൂ, അത്ര അവർക്ക് പറ്റുള്ളൂ. കാരണം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിന് ഒരു ബേസ് മോഡൽ കൊടുക്കുന്നുണ്ട്. സപ്പോമീറ്റർ റോഡ് ക്ലാരിഫൈ ആവുന്ന രീതിയിൽ റിയർ വീൽ ഡ്രൈവ് ഫോമാറ്റിൽ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓഫ് റോഡ് 4x4 വേർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഓഫർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ അത്യാവശ്യം ഒരു അപ്ഡേറ്റ് നല്ല രീതിയിൽ തന്നെ അവർ ഇതിനകത്തും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എഞ്ചിൻ വൈസ് പവറിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 130 bhp ആണുള്ളത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. വണ്ടി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഫാസ്റ്റ് ആയിരുന്നു. റോക്സിന് പിന്നെ സൈസൊക്കെ കൂടിയതുകൊണ്ടാണ് അവർ 175 bhp കൊടുത്തത്. പക്ഷേ അതും ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. മറ്റേതിനകത്ത് 150 bhp അടുത്തൊക്കെ കിട്ടുന്നുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് പക്ഷേ അങ്ങനത്തെ വ്യത്യാസം കൊടുത്തിട്ടില്ല. ആകെ 1.5 ഡീസൽ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് 115 bhp കിട്ടുന്നത്. ബാക്കി നിങ്ങൾ 2.2 എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും നമുക്ക് 130 bhp തന്നെ കിട്ടുന്നുണ്ട്. പെട്രോളിൽ എഗെയിൻ നമുക്ക് 150 bhp ആണ് വരുന്നത്. അതിലും വ്യത്യാസം ഉണ്ടാവാറില്ല. മഹീന്ദ്ര പിന്നെ പെട്രോൾ കൊടുക്കുന്ന ബേസ് മോഡൽ പോലെ സെയിം പവർ തന്നെ ആയിരിക്കും. ഡീസലിലാണ് അവർ റീട്യൂൺ ചെയ്ത് കളിക്കുന്നത്. ഏതായാലും അതാണ് സംഭവം. പിന്നെ ഓട്ടോമാറ്റിക്കും തീർച്ചയായും അതിനകത്ത് ഉണ്ടാവും. ഇപ്പം ഇറങ്ങിയ കാലം മുതൽ ഉണ്ടായിരുന്നല്ലോ. 6 ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക് ആണ്. പെട്രോളിൻ്റെ കൂടെയും ഡീസലിൻ്റെ കൂടെയും രണ്ടിലും അവർ കൊടുത്തുകൊണ്ടിരുന്നത്. എനിവേ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് പറയാം. അതുപോലെ തന്നെ സെയിലിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തായാലും നല്ലൊരു ഹൈക്ക് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പം തന്നെ താർ റോക്സും അതുപോലെ 3 ഡോർ താറും കമ്പൈൻ ചെയ്ത് ഏകദേശം 8,000 to 10,000 വരെയൊക്കെ സെയിൽ പോവാറുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കൂടെ വരുമ്പോഴേക്കും അതൊരു 12,000 13,000 റേഞ്ചൊക്കെ കയറുമായിരിക്കും. മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടി സ്കോർപ്പിയോ തന്നെയാണ്. അത് 2022 ഇറക്കിയിട്ട് അവരങ്ങനെ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് അതൊക്കെ കൊടുത്തു. പക്ഷെ അല്ലാണ്ട് മെയിൻ മെക്കാനിക്കൽ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ 13,000 15,000 16,000 അത്രയൊക്കെ വെച്ച് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതാണ് മഹീന്ദ്രയുടെ കേസ്. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.